നിങ്ങൾ ഇപ്രകാരം ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ മനോഹരമായ ഉദ്യാനത്തിൽ പുഷ്പങ്ങൾ നിറഞ്ഞൊരു വൃക്ഷം വേണമെന്ന്. അതിനുവേണ്ടി ഏറ്റവും ആദ്യം നിങ്ങൾക്ക് ജലത്തിന്റെയും പിന്നെ സൂര്യപ്രകാശത്തിന്റെയും ഏർപ്പാടുകൾ ചെയ്യേണ്ടി വരും. അതിന്റെ വേരുകൾ ചിതലരിക്കാൻ പാടില്ല, അതും നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടി വരും. അതിനു ചുറ്റുപാടും വളർന്നുവരുന്ന കളകളെയും നിങ്ങൾക്ക് നീക്കം ചെയ്യേണ്ടി വരുന്നതാണ്. അതിനുശേഷം മാത്രമേ നിങ്ങളുടെ ആ ഉദ്യാനത്തിൽ മനോഹരമായ പുഷ്പങ്ങൾ നിറഞ്ഞ വൃക്ഷം വളരുകയുള്ളൂ. എന്താ? ഇതുപോലെ തന്നെയാണ് സ്നേഹത്തിന്റെ കാര്യവും. ആദ്യം തന്നെ നിങ്ങൾ ഈ സ്നേഹത്തിൽ സമർപ്പണത്തിന്റെ വളവും ജലവും ചേർക്കേണ്ടി വരും. അവിശ്വാസവും പിന്നെ സംശയവും. ഈ കളകളെ മുഴുവൻ നിങ്ങൾക്ക് നീക്കം ചെയ്യേണ്ടി വരുന്നതാണ്. എന്നിട്ട് വിശ്വാസമാകുന്ന ഈ വേരുകൾ ഒരിക്കലും ദുർബലമാകാതിരിക്കുവാനും നിങ്ങൾ ഉറപ്പായും ശ്രദ്ധിക്കേണ്ടി വരും. അതിനുശേഷം മാത്രമേ സ്നേഹത്തിന്റെ യഥാർത്ഥ സുഖം നിങ്ങൾക്ക് അനുഭവിക്കാനാകൂ. രാധേ രാധേ.